യേശുക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം പ്രിയരെ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം. പരിശുദ്ധാത്മാവിലൂടെ നമ്മൾ എങ്ങനെയാണ് സ്നാനപ്പെടുന്നത്, അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് വിഷയം നീതീകരണമാണ്. അതിൻ്റെ കറക്റ്റായിട്ടുള്ള അടുത്തൊരു ഭാഗമാണ് പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം. അപ്പോൾ അതെന്താണ് നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാം. അതിനെക്കുറിച്ച് പറയുന്ന വചനം അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിന് 5-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങളോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. സ്വർഗീയ കർത്താവ് നമുക്ക് തന്ന ഒരു വലിയൊരു വാഗ്ദത്തമാണ്, പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ സ്നാനപ്പെടുക. അപ്പൊ എന്താണ് പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെടുക എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്നത്? നമ്മുടെ അകത്തെ മനുഷ്യനെ ശുദ്ധീകരിച്ച് നിങ്ങളുടെ ശരീരവും മനസ്സും ആത്മാവും വ്യക്തമായ തിരിച്ചറിവുകൾ നിങ്ങൾക്ക് പ്രാപിക്കണമെന്ന സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. പ്രിയ സ്നേഹിതരെ, നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിനെ ലഭിക്കണമെന്ന് പറഞ്ഞ് എല്ലാവരുടെ ഹൃദയത്തിലും വല്ലാത്തൊരു ആഗ്രഹമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള ചിന്തയും കൺഫ്യൂഷനും ഒക്കെ ആയിട്ട് നമ്മുടെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുക. പ്രിയരെ, ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ യേശുവിനെ സ്വന്തം രക്ഷിതാവായി രക്ഷിക്കപ്പെട്ട് നിങ്ങൾ വെള്ളത്തിൽ സ്നാനപ്പെട്ട് കഴിഞ്ഞ ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ അകത്ത് എന്താ പറയുക, നിങ്ങളുടെ ഉള്ളിൽ ഓൾറെഡി പരിശുദ്ധാത്മാവ് ഉണ്ട്. പരിശുദ്ധാത്മാവ് ഇരിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ആദ്യം നിങ്ങൾ എന്ത് പറയണം? നിങ്ങളുടെ ആത്മാവിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം നമ്മൾ വിചാരിക്കും അന്യഭാഷ ലഭിച്ചാൽ മാത്രമേ പരിശുദ്ധാത്മാവ് നമ്മൾ ഉണ്ടാവൂ എന്നുള്ള തോന്നൽ. അങ്ങനെയല്ല പ്രിയരെ. അന്യഭാഷ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു വരമാണ്. അത് ലഭിച്ചത് കൊണ്ട് മാത്രം നമുക്ക് പരിശുദ്ധാത്മാവ് ഉണ്ട് എന്നുള്ള തോന്നലല്ല. അല്ലാതെ പരിശുദ്ധാത്മാവ് തന്നെ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പായിട്ടും വിശ്വസിക്കാം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഉണ്ടാകുന്ന പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞ കാര്യം പറഞ്ഞ പോലെ നമുക്ക് ശുദ്ധീകരണം ഉണ്ടാവും. ശുദ്ധീകരണമാണ് ദൈവത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട വാല്യൂ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ഹൃദയം ശുദ്ധീകരിച്ച്, നിങ്ങളുടെ ആത്മാവ് ശുദ്ധീകരിച്ച്, നിങ്ങളുടെ ശരീരം ശുദ്ധീകരിച്ച് ഒരു വിശുദ്ധ പൈതലായി മാറണമെന്ന് ദൈവത്തിൻ്റെ ആഗ്രഹം. അപ്പം ആ ആഗ്രഹത്തിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ആ സംശയം മാറിയെന്ന് വിശ്വസിക്കുന്നു. കാരണം നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളുടെ ഉള്ളിൽ എന്തുണ്ട്? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെയുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കർത്താവേന്ന് പോലും പറയാൻ സാധിക്കത്തില്ല പ്രിയരെ. ദൈവവചനം വായിക്കാൻ നിങ്ങൾക്ക് സാധിക്കത്തില്ല, ദൈവവചനം കേൾക്കാൻ നിങ്ങൾക്ക് സാധിക്കത്തില്ല പ്രിയരെ. അപ്പം ആ കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്കിനി കർത്താവ് പറയുന്നത്, നിങ്ങൾ വെള്ളം കൊണ്ടും തീ കൊണ്ടും സ്നാനപ്പെടുത്തും എന്ന് പറയണം. അപ്പം നമ്മൾ ഭൗതികമായി നമ്മൾ സ്നാനപ്പെട്ടു, പക്ഷേ ആത്മീയമായി നമ്മൾ സ്നാനപ്പെടുന്നത് എങ്ങനെയാണ്? അതിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ് നീതീകരണം എന്ന് പറയുന്നത്. അപ്പം നീതീകരണം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ നടക്കുന്നത്? അപ്പം നമ്മുടെ ഉള്ളിൽ പ്രധാനപ്പെട്ട രണ്ട് രാജ്യങ്ങൾ ഉണ്ട്. ഒന്ന് എന്താണ്? ഈ ഉള്ളിൽ രണ്ട് രാജ്യങ്ങളാണ് ഉള്ളത്. ഒന്ന് ദൈവരാജ്യം, എവിടെ ഇരിക്കുന്നത്? നമ്മുടെ ആത്മാവിലും. പിന്നെ ഇരിക്കുന്നത് ലോകരാജ്യം. അപ്പോൾ ദൈവരാജ്യവും ലോകരാജ്യവും ഇരിക്കുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ എന്താണ് ദൈവരാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവിന് സ്നാനം ഏൽക്കുമ്പോൾ കർത്താവ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5:19 21 പറയുന്ന വാക്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. അപ്പോൾ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിന് 5:16 പറയുന്നത് ഇങ്ങനെയാണ്: ആത്മാവിനെ അനുസരിച്ച് നടക്കുവിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹങ്ങൾ നിവർത്തിക്കേയില്ല എന്ന് ഞാൻ പറയുന്നു. അടുത്ത പറയാ, ജഡാഭിലാഷം ആത്മാവിലും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കും. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാത്ത വണ്ണം ഇവ തമ്മിൽ പ്രതികൂലമല്ലോ. പ്രിയ, ജഡ അഭിലാഷം. അപ്പൊ ജഡ അഭിലാഷം എന്ന് പറയുന്നത് ദേ ഇരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളെ സ്നാനപ്പെടുത്തണമല്ലോ, അപ്പൊ നമ്മളെ ശുദ്ധീകരിക്കണം. അതെ, ഈ ഇരിക്കുന്ന ഒരു മേഖലയാണ് ജഡ അഭിലാഷം. അടുത്ത പറയാ, ആത്മാവിൻ്റെ അഭിലാഷം. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ദൈവത്തിനും. ഇവ തമ്മിൽ എന്താ പറയുക, എപ്പോഴും ശത്രുക്കളാണെന്നാണ് പറയുന്നത്. പ്രിയരെ, നിങ്ങളെപ്പോഴും ഇവർ തമ്മിൽ എപ്പോഴും എതിർപ്പായിരിക്കും. എന്താണ്? ഇതാണ് ജഡസ്വഭാവം, ജഡത്തിൻ്റെ ഇഷ്ടം, ലോക ചിന്തകൾ, ലോക സ്നേഹം എന്നൊക്കെ പറയത്തില്ല. അതിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ, ഇത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു സംഭവം. എന്തൊക്കെയാണ്?
പാവ സ്വഭാവം. ഇത് എന്തുണ്ട്? നമ്മൾ രക്ഷിക്കപ്പെട്ട് വിശ്വസിച്ച് സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളെല്ലാം വിശുദ്ധരായി, നമ്മൾ പുതിയ മനുഷ്യനായി, ഇനി നമുക്ക് ഒരു ദുശീലങ്ങളും ഉണ്ടാവില്ല, എല്ലാം നല്ല ദൈവത്തെ പോലെ ആയി, ദൈവ മനുഷ്യനെ പോലെ ആയി എന്നൊക്കെയാണ് നമുക്ക് തോന്നുന്നത്. അങ്ങനെയല്ല. ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെടണം. പരിശുദ്ധാത്മാവ് നമ്മളെ സ്നാനം കഴിപ്പിക്കുമ്പോഴാണ് നിങ്ങളുടെ ജീവിതം ശുദ്ധീകരിച്ച് നിങ്ങൾക്ക് തിരിച്ചറിവ് ബോധ്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ആ തിരിച്ചറിവ് വരുന്ന സ്ഥലം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക. എന്താണ് സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്? ദുർനടപ്പുണ്ട്, അശുദ്ധിയുണ്ട്, ദുഷ്കാമമുണ്ട്, വിഗ്രഹാരാധനയുണ്ട്, ആഭിചാരമുണ്ട്, പകയുണ്ട്, പിണക്കമുണ്ട്, ജാരശങ്കയുണ്ട്, ക്രോധമുണ്ട്, ശാഠ്യമുണ്ട്, ദ്വിന്ദപക്ഷമുണ്ട്, ഭിന്നതയുണ്ട്, അസൂയുണ്ട്, മദ്യപാനമുണ്ട്, വെറിക്കൂത്തുണ്ട്. ഈ ഇത്രയും കാര്യങ്ങൾ എവിടെയുണ്ട്? നമ്മുടെ ജഡ സ്വഭാവത്തിൽ ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് സംഭവം? അടുത്തൊരു കാര്യം പറഞ്ഞാൽ ദൈവം നമുക്ക് തരാൻ പോകുന്ന അനുഗ്രഹമാണ് നീതി എന്ന ഫലം. നീതിയിൽ എന്തൊക്കെയുണ്ട്? സ്നേഹമുണ്ട്, സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, ദീർഘക്ഷമയുണ്ട്, ദയയുണ്ട്, പരോപകാരമുണ്ട്, വിശ്വസ്തതയുണ്ട്, സൗമ്യതയുണ്ട്, ഇന്ദ്രിയജയമുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. ഇതാണ് ദൈവവചനത്തിൽ പറയുന്നത്. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. ഇവർ തമ്മിൽ എപ്പോഴും ശത്രുക്കളാണ് നിൽക്കുന്നത് എന്ന് പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ തമ്മിൽ എപ്പോഴും ശത്രുക്കളായിട്ട് നിൽക്കുകയാണെന്നാണ് പറയുന്നത്, വിരോധമായിരിക്കുന്നു. അപ്പൊ നമുക്ക് എന്താ സംഭവം നമുക്ക് അറിയേണ്ടത്? പ്രിയരെ, ഇതാണ് നമ്മുടെ നമ്മുടെ ഈ ഞാൻ എപ്പോഴും നിങ്ങളത് ആത്മാവ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ആയിരിക്കും. ആത്മാവ് എന്ന് പറയുന്നത് എന്താണ്? എങ്ങനെയാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവിനെ കാണാൻ സാധിക്കുന്നത്? അതും കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ആത്മാവ് എന്ന് പറയുന്നത് ഈ പറയുന്ന സംഭവമാണ്. ഈ നീതി ഫലം നിറഞ്ഞ 9 കാര്യങ്ങൾ ചേർന്ന ഒരു വ്യക്തിയാണ് ഈ ആത്മാവ് എന്ന് പറയുന്നത്. ഈ ഇരിക്കുന്ന നമ്മുടെ ഉള്ളിലിരിക്കുന്ന മനുഷ്യ ആത്മാവ്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ ആത്മാവ് എന്ന് പറഞ്ഞ സ്വഭാവം, ഇരിക്കുന്ന ഇത്തരം കാര്യങ്ങളിലാണ്: സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഇത്ര കാര്യങ്ങൾ ചേർന്നതിനെയാണ് ആത്മാവ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവാണ്. നമ്മുടെ ദൈവത്തിന്റെ ആത്മാവല്ല, മനുഷ്യ ആത്മാവ് ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ ജീവശ്വാസമാണ് നമുക്ക് നൽകി തന്നിരിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ സ്വഭാവം തന്നെയായിരിക്കും നമ്മുടെ ഉള്ളിലുള്ളത്. അപ്പൊ ഇതാദ്യം നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങളിത് എല്ലാവരുടെ ഉള്ളിലുണ്ട്. പക്ഷെ അതുപോലെ തന്നെ നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചപ്പോൾ തന്നെ പാവ സ്വഭാവത്തിലാണ് നമ്മൾ ജനിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് സ്വഭാവമാണ് ഇത്രയും കാര്യങ്ങളും നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കാം. അപ്പൊ എന്താണ് ഇത് നമ്മളുടെ വ്യത്യാസം? ഈ ആത്മാവിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യും? അധികം പഠിക്കുന്നില്ല. ആത്മാവിന് വേണ്ട ആഹാരം നമ്മൾ കൊടുക്കുന്നില്ല. ആത്മാവിന് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? നമ്മൾ ശരീരത്തിനും മനസ്സിനും വേണ്ട ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഏറ്റവും കൂടുതൽ വാല്യൂ ആയിട്ട് ഒത്തിരി നമുക്ക് ഇഷ്ടത്തോടെ വർദ്ധിച്ചിരിക്കുന്ന സ്ഥലമാണ് ഈ ഇരിക്കുന്ന സംഭവം. ഇത് നമുക്ക് എന്നും കിട്ടും. ഇത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ ഉള്ളിൽ ഓട്ടോമാറ്റിക്കലി വന്ന് നടന്നുകൊണ്ടിരിക്കും. ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ചിന്തകൾ നമ്മുടെ അകത്ത് ഓട്ടോമാറ്റിക്കലി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ഈ ആത്മാവിന് നിങ്ങൾ ആഹാരം കൊടുക്കാൻ നിങ്ങൾ എന്ന് പഠിച്ചു തുടങ്ങിക്കോ, അപ്പോൾ മുതൽ എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മീയമായി നിങ്ങളുടെ അകത്ത് ഉണർവ് വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ആത്മാവിന് നമ്മൾ എങ്ങനെയാണ് ആഹാരം കൊടുക്കേണ്ടത്? ആത്മാവിന് ഈ ദുർനടപ്പ് ആത്മാവിന് പറ്റത്തില്ല. അപ്പൊ എന്താണ്? സ്നേഹം കൊടുക്കാൻ പഠിക്കണം, സന്തോഷം കൊടുക്കാൻ പഠിക്കണം, സമാധാനം കൊടുക്കാൻ പഠിക്കണം, ദീർഘക്ഷമത, ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? കൊടുക്കാൻ പഠിക്കണം. എങ്ങനെ കൊടുക്കാൻ പഠിക്കുന്നത്? അത് ആദ്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ആ കാര്യങ്ങൾക്ക് മാത്രം ഫോക്കസ് ചെയ്യുക. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ വിജയിക്കണം. നിങ്ങൾ ക്രിസ്തുവിന്റെ സാന്നിധ്യവും പരിശുദ്ധാത്മാവിനാൽ നിറയുന്ന ഒരു വ്യക്തിയായി തീരണം എന്ന് നിങ്ങൾ അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവഭക്തിന്റെ കാര്യം ഞാൻ നിങ്ങൾക്ക് ഒരു വാക്യം പറഞ്ഞേൽപ്പിക്കാം. അപ്പൊ നമുക്ക് യോശുവയോട് ദൈവം കൊടുത്തൊരു വാക്തത്വമാണ്. അതിനകത്ത് പറയാം, യോശുവ 1-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ നിന്നും നിന്റെ വായിൽ നിന്നും നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടേയിരിക്കണം എന്ന് നിന്റെ പ്രവർത്തികൾ സാധിക്കും, നീ കൃതാർത്ഥനായിരിക്കും. അപ്പൊ നമുക്ക് എന്താണ് വേണ്ടത്? പ്രിയരെ, ഈ നീതി എന്ന ഫലത്തിലേക്ക് നമുക്ക് യാത്ര ചെയ്യണമെങ്കിൽ ദൈവവചനം കൊണ്ട് മാത്രമേ ഈ ആത്മാവിനെ സംതൃപ്തിപ്പെടുത്താൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവിന് എന്ത് വേണം? ദൈവവചനം വേണം. ദൈവവചനം ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ആത്മാവിന് ശക്തി പ്രാപിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഈ ഇരിക്കുന്ന വ്യക്തി ഉണ്ടല്ലോ, നമ്മുടെ മനസ്സും ശരീരവും ചേർന്നിരിക്കുന്ന ഈ കൂട്ടായ്മയ്ക്ക് വചനവും വേണ്ട,
ഒന്നും വേണ്ട. കാരണം എന്താണെന്നറിയാമോ? അവർക്ക് ഓട്ടോമാറ്റിക്കലി ഈ ഭൂമിയിൽ നിന്നും ലഭിച്ചുകൊണ്ടേയിരിക്കും. കാരണം ഈ ഭൂമി മുഴുവനും പ്രൊഡക്ഷൻ ചെയ്യുന്ന ചിന്തകൾ എന്ന് പറയുന്നത് ഈ ഇത്തരം കാര്യങ്ങൾ, ഈ 14 കൂട്ടം കാര്യങ്ങൾ ചേർന്നിട്ടുള്ള ചിന്തകളാണ് കൂടുതലും നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്, നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, എല്ലാ ദിവസവും രാവിലെ പത്രം തുറന്നു കഴിഞ്ഞാൽ അവിടെ കൊലപാതകങ്ങൾ നടന്നു, മരണം സംഭവിച്ചു, ആഭിചാരം ചെയ്തു, തെറ്റുകൾ ചെയ്തു, വ്യഭിചാരം ചെയ്തു, അങ്ങനെ പല പല ന്യൂസുകൾ മാത്രമാണ്. യുദ്ധം നടക്കുന്നു, കലഹം സംഭവിക്കുന്നു. ഇതെല്ലാം ഇങ്ങനെയുള്ള ചിന്തകളല്ലേ നമ്മുടെ ഹൃദയത്തിനകത്ത് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത്, കേൾക്കുന്നത്. അപ്പം നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, ഇത്രയും സുലഭമായി വളരെ സമൃദ്ധിയായി കിട്ടുന്ന ചിന്തകളാണ് ഈ പാവ സ്വഭാവത്തിന്റെ ചിന്തകൾ. അപ്പൊ ഈ രണ്ട് ചിന്തകൾ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് ഈ ചിന്തകൾക്ക് എവിടെ നിന്ന് കിട്ടുന്നില്ല? ലോകത്ത് നിന്നും നിങ്ങൾക്ക് ഒരു ന്യൂസും കിട്ടുന്നില്ല, ഒരു മെസ്സേജ് നിങ്ങൾക്ക് കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതിനെ സെൽഫായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? സ്വന്തമായിട്ട് നിങ്ങൾ അധ്വാനിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവിന്റെ വചനം പറയുന്നത്, നീ രാവും പകലും എന്താ ചെയ്യണം? ദൈവവചനം നിങ്ങൾ ധ്യാനിക്കണം. അപ്പൊ രാവും പകലും നിങ്ങൾ ദൈവവചനം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ആത്മാവിലേക്ക് എന്ത് സംഭവിക്കും? ഫലം നിറഞ്ഞ് വരാൻ തുടങ്ങും. വചനത്തിന്റെ അകത്ത് ശക്തി പ്രാപിക്കാൻ തുടങ്ങും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മ പ്രവർത്തിക്കണം. ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ചുള്ള തിരിച്ചറിവുകൾ തരുന്ന സ്ഥലമാണ് പരിശുദ്ധാത്മാവിന്റെ സ്നാനം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ സ്നാനം ലഭിക്കണം എന്ന് വിചാരിച്ച് നമ്മൾ തെറ്റായ രീതിയിലൊന്നും ചിന്തിക്കരുത്. പരിശുദ്ധാത്മാ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ഈ മേഖലയെ തൊടും, ഈ മേഖല നിങ്ങൾക്ക് നൽകി തരും, ഈ മേഖലയെ ദൈവം തൊട്ടുകൊണ്ടേയിരിക്കും. അപ്പോഴാണ് ഈ മേഖലയെ നമ്മൾക്ക് തിരിച്ചറിവ് പ്രാപിക്കാൻ തക്കവണ്ണം ദൈവം തീ കൊണ്ട് നിങ്ങളെ അഭിഷേകം ചെയ്യും, ശുദ്ധീകരിക്കും. തീ കൊണ്ട് ശുദ്ധീകരിക്കുമ്പോഴാണ്, തീയിൽ നിന്ന് വരുമ്പോഴാണ് നല്ല പൊന്ന് വെളിപ്പെട്ട് തന്നെ, അല്ലേ? ഒരു സ്വർണം തീയിലിട്ട് ഉരുക്കി സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ മാറ്റ് കൂടിക്കൊണ്ടേയിരിക്കും. എത്രത്തോളം അതിനെ ശുദ്ധീകരിക്കുന്നു അത്രത്തോളം മാറ്റ് കൂടും എന്ന് പറയുന്നതുപോലെ നമ്മളെ ദൈവം ഈ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ദുഃഖങ്ങളും ദാരിദ്ര്യവും മാനസിക വിഷമങ്ങളും പ്രശ്നങ്ങളൊക്കെ നമ്മൾ വിശ്വാസത്തിൽ വന്നിട്ടുണ്ടാവുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ അതിനെക്കുറിച്ച് ഭാരപ്പെടുകയല്ല ചെയ്യേണ്ടത്. എൻ്റെ കർത്താവേ, എന്താണ് ഞാൻ വേഗം ശുദ്ധീകരിക്കപ്പെടേണ്ട സ്ഥലം എന്നത് ദൈവത്തോട് ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൻ്റെ അകത്ത് വലിയ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്താണ് ആത്മാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഇരിക്കുന്ന നീതിഫലം നിറഞ്ഞിരിക്കുന്ന വ്യക്തിത്വങ്ങളാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവ്. അപ്പോൾ ഈ ആത്മാവ് പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? ഈ ആത്മീയ ചിന്തകൾ കൊടുത്താൽ മാത്രമേ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ശക്തമായി പ്രവർത്തിക്കത്തുള്ളൂ. അപ്പൊ ഇതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് ആത്മാവിൽ തടസ്സപ്പെടുത്തുന്നത് എന്താണ്? ഈ പറഞ്ഞിരിക്കുന്ന ദുർനടപ്പ് പോലുള്ള അശുദ്ധി ദുഷ്കാമ പ്രവർത്തികളുള്ള ചിന്തകൾ നമ്മളുടെ അകത്ത് നിറയുമ്പോൾ, അതനുസരിച്ച് നമ്മുടെ ശരീരം പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ആത്മാവിനെ എപ്പോഴും തടസ്സപ്പെടുത്തുന്ന അനുഭവമാണുള്ളത്. അപ്പൊ ഇതിനെക്കുറിച്ച് വ്യക്തമായി നിങ്ങളുടെ ഉള്ളിലേക്ക് തിരിച്ചറിവ് പ്രാപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നിങ്ങളുടെ ഉള്ളിലേക്ക് വർദ്ധിച്ചു വരും. അതുകൊണ്ട് നിങ്ങൾ നിരാശപ്പെടുകയോ ഭാരപ്പെടുകയോ ചെയ്യരുത്. നിങ്ങളുടെ ഉള്ളിലേക്ക് ദേഷ്യങ്ങൾ, കോപങ്ങൾ, ദുർനടപ്പുകൾ, അശുദ്ധികൾ ഇതൊക്കെ ചിലപ്പോൾ വർദ്ധിച്ചു വരുമ്പോൾ നമ്മൾ ദൈവത്തോട് ചോദിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, കർത്താവ്, എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഈ അസുഖം കൂടി വരുന്നത്? ഇതിൽ നിന്ന് എനിക്ക് എന്താണ് പഠിക്കേണ്ടത്? ബോധ്യം എനിക്ക് വേണം, തിരിച്ചറിവുകൾ പ്രാപിക്കണം. ഇതിൻ്റെ എല്ലാത്തിൻ്റെ വേരുണ്ട്. ഒരു വൃക്ഷം വലുതായി കഴിഞ്ഞാൽ, ഒരു മരം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുണ്ട വേര് കുറേ ഉണ്ട്. അപ്പൊ നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യണം? മരം വെട്ടിക്കളയാനല്ല ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്. ഇതിന്റെ വേരുണ്ട്, അടിവേര് എവിടെയാ പോണത്, ആ വേര് കട്ട് ചെയ്ത് കളയാനാണ് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അപ്പൊ നിങ്ങളുടെ അകത്ത് കണ്ടിന്യൂവേഷൻ ആയിട്ട് ദുർനടപ്പ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ദൈവമേ, ഇത് വരുന്ന ചിന്തകളെ എനിക്ക് തിരിച്ചറിയണം. ഇതിനോട് ഞാൻ എന്തിനാണ് ഇഷ്ടപ്പെടുന്നത്? അപ്പൊ ആ സ്വഭാവം എൻ്റെ തിരിച്ചറിവ് പ്രാപിച്ചിട്ട് ആ വൃക്ഷമല്ല വെട്ടേണ്ടത്, അതിൻ്റെ അടിവേര് വെട്ടണം എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. അത് വെട്ടിക്കഴിഞ്ഞിട്ട് അപ്പൊ ഇത് എങ്ങനെയാണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് എന്നുള്ള തിരിച്ചറിവ് നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവ് ബോധ്യം നൽകി തരും. അന്ന് നിങ്ങൾക്ക് ഈ പ്രവർത്തനങ്ങൾ, ഈ ദുർനടപ്പ് പറഞ്ഞ ചിന്തകൾ, പ്രവർത്തിക്കുന്ന ചിന്തകൾ നിങ്ങളുടെ ഉള്ളിൽ വരാനായിട്ട് ബ്ലോക്കായി, അത് നിങ്ങൾക്ക് സ്റ്റോപ്പ് ആവും. അപ്പൊ നമുക്ക് എന്ത് സംഭവിക്കും? അതിന് പകരമായി നമ്മുടെ ഉള്ളിൽ എന്ത് നിറയും? സ്നേഹം, സന്തോഷം, ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ അകത്തേക്ക്
വർദ്ധിപ്പിച്ചു കൊണ്ടുവരും. അപ്പം നിങ്ങൾക്ക് കണ്ടിന്യൂഷനായിട്ട് പരിശുദ്ധാത്മാവിനെ കൂടുതൽ നിങ്ങൾ ക്രിസ്തുവിനോട് പറ്റിച്ചേരുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ അകത്തെ മനുഷ്യനെ എപ്പോഴും ആഹാരം കൊടുത്തുകൊണ്ടേയിരിക്കുക. ഈ ആഹാരം ഭൂമിയിൽ കിട്ടത്തില്ല പ്രിയ സ്നേഹിതരെ. ഈ ആഹാരം ദൈവം നമുക്ക് മറച്ചു വെച്ചിരിക്കുന്നത് എവിടെയാണെന്ന് അറിയുമ്പോൾ വചനത്തിലാണ്. നിങ്ങൾ നിരന്തരമായ വചന ധ്യാനത്തിലേക്ക് വർദ്ധിച്ചു കൊണ്ടുവരിക. നിങ്ങൾ വായിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ നിങ്ങളുടെ അകത്തേക്ക് ഈ ആത്മാവിൻ്റെ സാന്നിധ്യം വെക്കുന്നറിയാം. അപ്പോൾ ദൈവം നിങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത കാര്യങ്ങൾ സംസാരിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം കൂടുതൽ ഈ ഓരോ വിഷയങ്ങളും നമുക്ക് എടുത്തെടുത്ത് സംസാരിക്കാം. നിങ്ങളുടെ ഉള്ളിൽ എങ്ങനെയാണ് ആത്മാവ് പ്രവർത്തിക്കുന്നത്, നിങ്ങളുടെ ഉള്ളിലെ മനസ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, നിങ്ങളുടെ ശരീരം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഒരു വലിയ വിഷയമാണ്. പക്ഷെ കുറച്ച് നിങ്ങളുമായി പങ്കുവെച്ച് നിങ്ങളുടെ ആത്മീയജീവൻ ക്രിസ്തുവിൽ ഏറ്റവും അനുഗ്രഹമുള്ളവരായി തീരുവാൻ ആഗ്രഹിക്കുന്നു. ദൈവനാമം മഹത്വം കൊടുക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ.